കുഴപ്പമൊന്നുമില്ല, താഴോട്ട് നോക്കാതെ ഇരുന്നാൽ മതി. നേരെ നോക്കി പോയാൽ എവിടം വരെ വേണമെങ്കിലും പോകാം. ഇല്ലില്ലേ, ഇരുന്നോ. ഇപ്പൊ പോകുമ്പോ പോവും വിട്ടോ. ഇരിക്കി. അമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് തളർന്നൊരു സൈഡിലോട്ടായത്. റെഡി? ഓക്കെ അല്ലേ? എൻജോയ്. 900 കണ്ടി എന്നതിന് പേര് വരാനുള്ള കാരണം ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചു. എവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമിക്ക് കുറച്ച് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോവുക. പക്ഷേ ഇതിങ്ങനെ ഇറങ്ങിപ്പോകണമെന്ന് കുറച്ച് സൂക്ഷിച്ചിറങ്ങി പോകണം. കൊച്ചൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കാര്യം ഭയങ്കര കുത്തനെ തന്നെ കിടക്കുന്നുണ്ട്, സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വരുന്ന ആൾക്കാർ. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ള. കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടപ്പെടും ഈ സ്ഥലം. നല്ല രീതിയിൽ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ വരുമ്പോൾ സൂക്ഷിക്കുക, കെയർ ചെയ്ത് വരിക. ഷൂസൊക്കെ ഇട്ടിട്ട് വരാൻ പറ്റിയ ഷൂ ഒക്കെ ഇട്ടിട്ട് വരിക കേട്ടോ. കാര്യം എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഷൂ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചെരുപ്പിടുന്നതിനേക്കാളും കുറച്ച് സേഫായിരിക്കും. ഇവിടെ ഇറങ്ങി വന്നപ്പോൾ തന്നെ നമ്മളൊരു മലയണ്ണനെ കണ്ട് ഇറങ്ങി വന്നപ്പം അവിടെ ചെന്ന് നമ്മൾ വണ്ടി നിർത്തിയപ്പോഴും 2 വലിയ മലയണ്ണനെ കണ്ടു. ഇവിടെ കണ്ട് കുറച്ച് ചെറുതാണ്. ആനപ്പിണ്ടം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ആനയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കണ്ടത്. ആനയെ കാണാൻ പറ്റിയില്ലെങ്കിലും പിണ്ടം കണ്ടു. അങ്ങനെ വയനാടിൻ്റെ സ്വന്തം 900 കണ്ടി എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇവർക്ക് കുറച്ച് ടാസ്ക് കൊടുത്തു. 900 ചാട്ടം ചാടാവോ എന്ന് ചോദിച്ചു. 2 പേരെ കൊണ്ട് 900 ചാട്ടം നടക്കുന്നില്ല. ഇപ്പോൾ 10 ചാട്ടത്തിൽ ആമി താഴെ വീണ, ആമി ഫെയിൽ. ജോയ്സ് ചാടാത്തതുകൊണ്ട് അതും ഫെയിൽ. വീണ്ടും 1 ചാടണം. 900 ചാട്ടമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. നമ്മൾ ഓക്കെ നോക്കാം. എന്തായാലും നടക്കത്തില്ല എന്നുള്ള ഉറപ്പുള്ള ടാസ്ക്കാണ്. കയറുമ്പോൾ ടിക്കറ്റ് ഉണ്ട്. 200 രൂപയാണ് പെർ പേഴ്സൺ വരുന്നത്. കൊച്ചിന് 100 രൂപയാണ് എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാണാം. ബോട്ടിങ് എല്ലാം ഇൻക്ലൂഡാണ് ഈ ടിക്കറ്റിൽ. അപ്പോൾ ഒരു അതിഗംഭീരമായ ഇങ്ങനെയുള്ള ഒരു റോപ്പ് വഴി യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കണം. പേടിയാവും, ഇങ്ങനെ കുലുങ്ങും. പക്ഷെ നമ്മൾ കുലുക്കരുത്. കുലുങ്ങാതെ നമ്മൾ താനെ ഇങ്ങനെ നടന്ന് പോയി അവിടം വരെ പോകണം. അതാണ് ടാസ്ക്. പക്ഷെ ഞാൻ നിങ്ങളിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ച് ദൂരം മാത്രമേ പോകുന്നുള്ളൂ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളയും വേണ്ട, ജോയ്സ് പറയുന്ന പോലെ നല്ല വൈബുള്ള ഇങ്ങനെ പോകാം. ഈ സെൻറ്ററിൽ ഒരു റോപ്പ് ഇട്ടിട്ടുണ്ട്. ഈ റോപ്പ് നോക്കി ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ പേടിക്കേണ്ട ഏതൊരുവിധ സംഭവവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പേടി തോന്നണമെങ്കിൽ ഒന്ന് കുലുക്കാം. ഇങ്ങനെ കുലുക്കിയ കുറച്ച് പേടി തോന്നും. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ കുറച്ചിങ്ങനെ വെച്ച കാലിൽ ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അവിടം വരെ പോകുന്നില്ല. എന്നിട്ട് അതിലേ നടന്നു വരാന്നേ തിരിച്ചേ. ഇല്ല, ഞാൻ പോകുന്നില്ലടോ. അമൽ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് മടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം പിന്നെ അമൽ കയറി. അമൽ എന്തായാലും നടന്ന് വരാമെന്ന് പറഞ്ഞു. ഷൂ ഇടാൻ പാടില്ല എന്ന് അവർ പിന്നെ വന്ന് പറഞ്ഞു. കാര്യം ഷൂ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കാലടിയിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല രസമാണ് ഇങ്ങനെ വരിക. ഇതിലേ ഇങ്ങനെ വന്നു തിരിച്ച് ഈ ബ്രിഡ്ജ് വഴി ഇങ്ങ് നമുക്ക് വരാൻ പറ്റും. നല്ലൊരു വൈബാണിത്. കാര്യം നല്ല ഡീപ്പുണ്ട്. കണ്ടോ, താഴോട്ട് നോക്കാനാണെങ്കിൽ ഒത്തിരി താഴോട്ട് ഡീപ്പാണ്. നമുക്ക് കാണാൻ കഴിയും ആ ഡീപ്പ്. കണ്ടോ, മരം നിൽക്കുന്നതും എല്ലാം നോക്കുമ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അടിയിലെ ആ നെറ്റും കണ്ട് നടന്നു വരിക എന്നുള്ളത്
കുറച്ച് റിസ്ക് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ് ഇങ്ങനെ നടന്നു വരിക എന്നുള്ളത്. പക്ഷേ നല്ല അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു വൈബും കൂടെയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്, അതായത് ഗ്ലാസ്സാണ് അടിയിൽ, നമ്മൾ അതിൻ്റെ മുകളിലാണ് ഈ നിൽക്കുന്നത്. ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പം കുറച്ച് പേടിയൊക്കെ തോന്നും. പക്ഷേ കുറച്ചിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ നല്ലോണം നടന്ന് വരാൻ പറ്റും. ഇത് മുമ്പ് എവിടെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ചൈനയിലുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ ചൈനയിൽ നമ്മളിങ്ങനെ കാല് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ചിമ്മുന്ന ഗ്ലാസ്സാണ്, അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാവും. പക്ഷേ ഇതിലങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, വളരെ കൂളായിട്ട് തന്നെ നമുക്ക് നടന്നു വരാൻ പറ്റുന്നതാണ്. മുകളിൽ നടന്നു വരുന്നതുണ്ടോ, കുഴപ്പമൊന്നുമില്ല. താഴോട്ട് നോക്കാതെ ഇരുന്നാൽ മതി, നേരെ നോക്കി പോയാൽ എവിടം വരെ വേണമെങ്കിലും പോകാം. വലിയ താഴ്ചയില്ല, അത്യാവശ്യം താഴ്ച ഉണ്ടെങ്കിലും ഭയങ്കര വലിയ താഴ്ചയൊന്നും പറയാനില്ല. പക്ഷേ കൊള്ളാം, നമ്മുടെ കേരളത്തിലും ഇതുപോലൊരു സംഭവം നല്ലതായിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ 3 പേർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. 3 പേര് കൂടുതൽ പോകാൻ പാടില്ല എന്നവർ പറയുന്നുണ്ട്. സോ ഇത് ടെമ്പേർഡ് ഗ്ലാസ്സാണ്. ടെമ്പേർഡ് ഗ്ലാസ് അങ്ങനെ പൊട്ടില്ല എന്ന് തന്നെ നമുക്ക് നോക്കാം. കാര്യം ഈ ഗൾഫിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഗ്ലാസ് ക്ലീനിങ്ങിൻ്റെ കമ്പനി ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ഗ്ലാസിൻ്റെ മേളിലിരുന്നാണ് അവർ ഈ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പൊട്ടാറില്ല. പക്ഷേ ടെമ്പേർഡ് ഗ്ലാസ് പൊട്ടും, സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ടെമ്പേർഡ് ഗ്ലാസ് പൊട്ടാറും ഉണ്ട്. അത് സൂക്ഷിക്കണം. നമ്മൾ നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചേട്ടൻ തന്നെ പറഞ്ഞു തരും. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒന്ന് നിങ്ങൾ നോക്കുമ്പോൾ വ്യൂ നല്ല അടുത്ത് കാണാം, നമുക്ക് ക്ലാരിറ്റി ഉണ്ട് വ്യൂവിന്. പിന്നെ എന്നാൽ വലിയൊരു വ്യൂ ആണ് തന്നെ, വലിയൊരു മല മുഴുവനായിട്ട് കാണാൻ കഴിയും. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് മുന്നോട്ട് നമ്മൾ നടക്കും തോറും 2 വശവും ഇങ്ങനെ പുതിയ വ്യൂ കൂടി വന്നിട്ട് ആ പുഴയുടെ അങ്ങേ അറ്റം വരെ 2 വശത്തും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മുടെ കൊല്ലംകാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ് ഇത് ഡിസൈൻ ചെയ്തത്, ഈ വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറാജുദ്ദീൻ സാർ, പുള്ളിയുടെ പേര് സിറാജുദ്ദീൻ എന്നാണ്. പുള്ളിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേവിലേക്ക് ഇറങ്ങിപ്പോവുക, ഇതിലെ നമ്മൾ ഈ വഴി കൂടാണ് കേവിലേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ആ ഗുഹയ്ക്കകത്തൊക്കെ കയറിയിട്ട് നോക്കാം എന്താണെന്ന്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ 900 കണ്ടി എന്നതിന് പേര് വരാനുള്ള കാരണം ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചു. കാര്യം ഇത് 900 ഏക്കറിലാണ് ഇത് നിൽക്കുന്നത്. ആദ്യം 936 ഏക്കറിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ ആ 36 ഏക്കർ അങ്ങനെ കൈവശം ഭൂമി അങ്ങനെയൊക്കെ പോയി, കുറേ സ്ഥലങ്ങൾ പോയി. ഇപ്പോൾ 900 ഏക്കറിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പേര് 900 ഏക്കർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ ന്യൂജനൊക്കെ വന്നു, പേരൊക്കെ മാറിയപ്പം അത് 900 കണ്ടി എന്നായി മാറി. എന്തായാലും നല്ല പേര്, കൊള്ളാം. 900 ഏക്കറിലൊക്കെ ഇത് സ്ഥിതി ഒരു കാട് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സങ്കല്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കേവ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പം എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സൂക്ഷിക്കുക കുട്ടികൾ തെന്നി വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവരിക. വളരെ നല്ല മനോഹരമായിരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും കയറട്ടെ. പറഞ്ഞ സകല വാക്കുകളും തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയല്ല, കാര്യം പിള്ളേരുമായിട്ട് കയറാൻ കുറച്ച് ടാസ്ക്കാണ്. കാര്യം ഭയങ്കര കൺജസ്റ്റഡ് പ്ലേസാണേ, ഒട്ടും വണ്ണമില്ല. നമ്മളിപ്പോൾ വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ കയറാൻ പറ്റില്ല, കുനിഞ്ഞൊക്കെ ഇരുന്ന് വേണം കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര പാടായിരിക്കും. ഞാൻ തന്നെ നല്ല വിയർത്തു.
നല്ല അണച്ചു, നല്ല കയറ്റം. പക്ഷേ കുറച്ച് എൻജോയ് ചെയ്യണമെന്നൊക്കെയുള്ള ആൾക്കാർക്ക്, ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ മലയുടെ പേര് അരുണമല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. കണ്ട നല്ലൊരു വ്യൂ ആണ്. ഇതൊരു വ്യൂ പോയിൻ്റ്. ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുന്നതും ആ മേഘം ഇങ്ങനെ നിൽക്കുന്നതും എല്ലാം നല്ല രസമുള്ള സ്ഥലമാണ്. സിപ്പ് ലൈനിൽ കൂടി പോകാൻ പോവുകയാണ്. ഞാൻ പോകുന്നില്ല കേട്ടോ, എനിക്കിതിലൊക്കെ കയറാനായിട്ട് പേടിയല്ല, പക്ഷേ ഞാൻ പോകാറില്ല. ഓക്കെ, അപ്പം ഈ സിപ്പ് ലൈനിൽ ഇപ്പോൾ ജോയ്സ്, അമൽ, നമ്മുടെ മോള് 3 പേരും, അമ്മയ 3 പേരും കൂടെ പോകാനുള്ള പരിപാടിയാണ്. 45 seconds ആണ് ഇതിൻ്റെ ടൈം. അതായത് ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറു എൻഡിൽ ചെന്ന് എത്തുക എന്ന് പറഞ്ഞാൽ 45 സെക്കൻഡാണ്. അപ്പോൾ ആ 45 സെക്കൻഡ് വളരെ ഭംഗിയുള്ള കാഴ്ച കണ്ടു പോകാമെന്നാണ് പറയുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയും ഒക്കെ പോകാമെന്നാണ് പറയുന്നത്. ഇവർ പോയി തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു, ആ കാഴ്ചയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പോകാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. പോയി വന്ന് അമലിനോട് ചോദിക്കാം, ജോയ്സിനോട് ചോദിക്കാം. അപ്പോൾ അവർ പറയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അവിടുന്ന് പിന്നെ അവർ ജീപ്പിൽ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒരു 3 മിനിറ്റോളം മതി ജീപ്പിൽ ഇവിടെ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. Ready? Okay, lad. Enjoy. കൈ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ആയിട്ട് പിടിച്ചോ കേട്ടോ. ഇപ്പൊ 2 കൈ പിടിക്കുന്നുണ്ട്, 2 കൈ പിടാൻ കുഴപ്പമില്ല. കേബിള് മാത്രം പിടിക്കരുത്. കേബിൾ പിടിക്കല്ലേ മേളത്തെ. റെഡി? ഇരിക്കി. കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇരുന്നോട്ടോ. നമ്മൾ ചെയറിലിരിക്കുന്നതിന് ഫുള്ള് വെയിറ്റ് കൊടുത്തിരിക്കും. ഇരുന്നോ, ഫുള്ള് വെയിറ്റ് കൊടുത്തിരിക്കും. റെഡി? റെഡി അല്ലേ? ആവി വന്നോടി. മസാല പരിപാടിയാണ്. ഡാമിൽ പോവാൻ പോവാണ്. അതിൽ പിടിച്ചോ, ബലത്തിൽ പിടിച്ചോ. ഇല്ലില്ലേ, ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ഇപ്പൊ പോകുമ്പോ പോവും കേട്ടോ. ഇരിക്കി ഇരിക്കി ഇരിക്കി. ആവി പോയി, ആവി പോയി. 8 7 7 yeah.
നമ്മുടെ അമൽ ബ്രോ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമൽ ആ ഒരു അനുഭവം പോയി വന്നതിൻ്റെ? കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു കാണാനുള്ള? പറന്ന് പോവുകയാണ്. ഓക്കെ, അവിടെ ചെന്ന് ഇത് ഇറങ്ങുമ്പോഴുള്ളൊരു അനുഭവം, അവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ളൊരു അതെങ്ങനെ ഓട്ടോമാറ്റിക് നിൽക്കുമോ അവിടെ? ഇല്ല, ലാൻഡ് ചെയ്യുന്നത് അവിടെ ഒരു ബുഷ് പോലെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പക്കാ സേഫ്റ്റിയാണ്. റബ്ബർ ബുഷ് പോലെ നമ്മളെല്ല വള്ളി വലിച്ചു വിടുന്ന പോലെ ചെല്ലുക, ചെന്ന് ആ ഫോഴ്സിൽ ലാൻഡ് ചെയ്ത് സ്ലോ ആവുക. ഓക്കെ, അപ്പം പിടിച്ചവിടെ ലാൻഡ് ചെയ്യുക. പക്ക സേഫാണ്. ഇഷ്ടമുള്ളവർക്ക് പോവാം. സേഫ്റ്റി സാധനം. നല്ല രസമുള്ള പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനുള്ളൊരു തിരക്കിലാണ്. മണി 3 ഓക്കെ, ബിരിയാണി കഴിക്കാൻ പോവാം. AVTയുടെ തേയിലത്തോട്ടമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ തിരക്കുമ്പോൾ AVTയുടെ ആണെന്നാണ് പറയുന്നത്. AVTയുടെ ഫാക്ടറി അവിടെ കണ്ടു. പിന്നെ റിപ്പോണിൻ്റെ ഉണ്ട്, അങ്ങനെ ടാറ്റായുടെ ഉണ്ട്, എല്ലാവരുടെയും തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അതിന് നടുക്ക് ആണിപ്പോൾ ഈ നിൽക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇതാണ് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതിനെ ചെറിയൊരു ചൂടാക്കും. ഫാക്ടറി കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചാണ് നമ്മൾക്ക് തേയിലയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തേയിലയുടെ പൂവ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാം. അതാണ്ടേ, ഇതാണ് തേയിലയുടെ പൂവ്. ഇതിൽ ഉറുമ്പുണ്ട്, ഇതിനൊരു ചെറിയ മണമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് തേയിലയായിട്ട് വരുന്നത്. വഴി പോയപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച കാണുകയുണ്ടായി, കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വണ്ടി അപ്പം തന്നെ സൈഡിൽ ഒതുക്കിയതും നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചതും. കാര്യം പാലക്കാടൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഏരിയ കണ്ടിട്ടുള്ളൂ. വയനാട് ഇങ്ങനെയുള്ള ഏരിയ വളരെ റെയറായിട്ടേ നമുക്ക് കാണാൻ പറ്റും. അത് ഇങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ കയറി വരുമ്പം നമ്മളുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ നെൽകൃഷിയും കാര്യങ്ങളും ഒക്കെ. പാലക്കാടുണ്ട്, പക്ഷേ പാലക്കാട് ഒത്തിരി ഏരിയകളിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഏരിയകൾ, നെൽകൃഷി ചെയ്യുന്ന ഏരിയകളും നെൽപ്പാടങ്ങളും എല്ലാം. പക്ഷേ വയനാട് ഇത് കണ്ടപ്പോൾ എന്തോ നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ ഇറങ്ങി നിങ്ങളെ കാണിച്ചു. അത് കൊയ്യുന്നുണ്ട്, നെല്ല് കൊയ്യുന്നുണ്ട്. അതുപോലെ കൊക്കൊത്തിരി ഇരിക്കുന്നു. ഈ പോസ്റ്റിൽ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ഒത്തിരി മൈന ഉണ്ടായിരുന്നു, അതെല്ലാം പറന്നുപോയി. ഓക്കെ, ഇനി നമ്മളൊരു ഡാമിലോട്ട് പോവുക ഇവിടുന്ന്. ആ ഡാമിൻ്റെ പേരെന്താ? മാരാപ്പുഴ ഡാം. ക്ലാരാപ്പുഴ. കാരാപ്പുഴ ഡാമിലോട്ട് പോവുക. അതെ, അടുത്ത് എത്തിയിരിക്കുന്ന പ്ലേസാണ് കാരാപ്പുഴ ഡാം. ജസ്റ്റ് കയറുന്ന അടുത്ത് നമ്മൾ കയറുവാണ്. ഇവിടെ നിന്നാണ് ആ കാരാപ്പുഴ ഡാമിൻ്റെ എൻട്രൻസ്. മോള് കുറച്ച് ടയർഡായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അവൾ നല്ല ട്രിപ്പായതുകൊണ്ട് അവൾ ഒട്ടും ടയർഡായിട്ടില്ല. അതുപോലെ വൈഫും ടയർഡായിട്ടില്ല. അപ്പോൾ ഈ വൈഫിലാണ്, മനസ്സിലായി. എല്ലാവരും നല്ല ആക്റ്റീവാണ്. ഇത്രയൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ച എല്ലാവരും തളരുമായിരിക്കുന്നു, പക്ഷെ ആരും തളർന്നിട്ടില്ല. എന്തോ നല്ലൊരു എൻജോയ് ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാവരും വളരെ സ്മാർട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് തളർന്നൊരു സൈഡിലോട്ടായത്. ഈ ഡാമിൽ വരുവാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടാൽ പിള്ളേർ ചാടി കയറുന്നതോ അവിടെ എന്തൊക്കെയോ ഒരുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം, നല്ല രസമാണ്. അപ്പം രതീഷ് ഭായി നമ്മളെ സേഫായിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി അടിപൊളിയായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു. വളരെ ക്ഷമയോടുകൂടി തന്നെ എല്ലായിടത്തും നിർത്തി തന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയും ഡ്രോൺ പറത്താൻ വേണ്ടിയും എല്ലാം. രാവിലെ പോയാണ്, ഒത്തിരി ബുദ്ധിമുട്ടി. ഓക്കെ, എന്തായാലും സൂപ്പർ ട്രിപ്പായിരുന്നു. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രതീഷ് ഭായിയുടെ ആ ഡ്രൈവിംഗ് സ്കില്ലും കാര്യങ്ങളും എല്ലാം. ഓക്കെ.